എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ മാന്യ ശ്രോതാക്കൾക്കും ഒരു പ്രാവശ്യം കൂടെ എൻ്റെ ക്രിസ്തീയ വന്ദനം അറിയിക്കുകയാണ്. ഇന്ന് ഞാൻ ചിന്തിക്കുന്ന വേദഭാഗം 2 കൊരിന്ത്യർ 5-ാം അധ്യായം അതിൻ്റെ 10-ാമത്തെ വാക്യമാണ്. വളരെ പ്രാധാന്യമേറെ ഒത്തിരി ആശയങ്ങൾ ഉൾക്കൊള്ളുന്ന, ഒത്തിരി പ്രബോധനങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു പുസ്തകമാണ് കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം. അപ്പോസ്തലനായ പൗലോസാണ് കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം എഴുതിയിരിക്കുന്നത്. പുതിയ നിയമഭാഗത്ത് ഏറ്റവും കൂടുതൽ ലേഖനങ്ങൾ എഴുതിയവരിൽ പ്രമുഖനാണ് അപ്പോസ്തലനായ പൗലോസ്. തന്റെ ജീവിതാനുഭവങ്ങളിൽ കൂടെ ദൈവവുമായിട്ട് മുഖാമുഖമായി സംസാരിച്ച, ദൈവവുമായിട്ട് നടത്തിയ ഇടപെടലുകളെ കുറിച്ചുള്ള അതിശക്തമായ ആത്മാവിന്റെ വാക്കുകളാണ് ഈ ലേഖനങ്ങളിലെല്ലാം തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. പൗലോസ് വളരെ വില കൊടുത്തൊരു മനുഷ്യൻ. ആ വില കൊടുത്തത് കൊണ്ട് തന്നെ ദൈവം അത്രത്തോളം ഉപയോഗിക്കുകയും പുതിയ നിയമസഭയ്ക്ക് ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തി എന്ന് തന്നെ പറയാം, അങ്ങനെ ഒരു വ്യക്തിത്വമായി തന്നെ മാറ്റുകയും കർത്താവായ ദൈവത്തിന്റെ സുവിശേഷത്തിന്റെ ഒരു പ്രധാന ആളായി തന്നെ നിലനിൽക്കുകയും ചെയ്യുന്ന ഒരു മനുഷ്യനാണ് അപ്പോസ്തലനായ പൗലോസ്. അപ്പോസ്തലനായ പൗലോസ് യേശുവിന് തുല്യനൊന്നുമല്ല. ചില ആളുകൾ പറയുന്ന പൗലോസ് യേശുവിന് തുല്യനാണെന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്. പക്ഷെ യേശുവിന് തുല്യനല്ല. യേശു ദൈവം. അപ്പോസ്തലനായ പൗലോസ് നമ്മളെ പോലെ, അഥവാ സുവിശേഷകന്മാരെ പോലെ, കർത്താവിന്റെ വേല ചെയ്യുന്നവരെ പോലെയൊക്കെ ഒക്കെയുള്ള ഒരാളാണ്. എന്നാൽ താൻ വില കൊടുത്ത നിമിത്തമായിട്ട് ദൈവത്തിന്റെ അനുഗ്രഹങ്ങളും ഒക്കെ പ്രാപിപ്പാൻ കഴിഞ്ഞു എന്നാണ് മനസ്സിലാക്കുന്നത്. പൗലോസ് അപ്പോസ്തലൻ ഒത്തിരി കാര്യങ്ങൾ ദൈവസഭയെക്കുറിച്ച് വെളിപ്പെടുത്തിയിട്ടുണ്ട്. മനുഷ്യന്റെ മരണം, മനുഷ്യന്റെ മരണാനന്തരമുള്ള ജീവിതം, അതിനെക്കുറിച്ചൊക്കെ വ്യക്തമായിട്ട് ലേഖനങ്ങളിൽ കാണാൻ സാധിക്കും. തെസ്സലോനിക്ക ലേഖനത്തിൽ എഴുതിയിരിക്കുന്നത് മരണത്തിന് ശേഷമുള്ള ജീവിതം. നിങ്ങൾ മറ്റുള്ളവരൊക്കെ പോലെ ദുഃഖിക്കാതിരിക്കേണ്ടതിനെ ഞാൻ നിങ്ങളെ പ്രബോധിപ്പിക്കുന്നു പറഞ്ഞ് പറയുന്ന കാര്യങ്ങൾ. നമ്മുടെ കർത്താവ് യേശുക്രിസ്തു വരും. കർത്താവിൽ മരിച്ചവരെല്ലാം കർത്താവിൽ നിദ്ര കൊള്ളുകയാണ്. കർത്താവ് യേശുക്രിസ്തു മേഘത്തിൽ വന്നു കഴിയുമ്പോൾ എല്ലാവരും കർത്താവിനെ എതിരേൽപ്പാൻ വേണ്ടി ഇവിടുന്ന് എടുക്കപ്പെടും എന്നൊക്കെ പറഞ്ഞ് നമ്മളെ സന്തോഷിപ്പിക്കുന്ന, പ്രത്യാശയെ ഉദ്ദീപിപ്പിക്കുന്ന അനവധി എഴുത്തുകൾ അപ്പോസ്തലൻ പൗലോസിന്റെ നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെ ഒരു വാക്യമാണ് ഞാൻ ഇപ്പോൾ വായിച്ചത്. ഒരിക്കൽ കൂടി ഞാൻ വായിക്കാം. അവനവൻ ശരീരത്തിൽ ഇരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകിലും തീയതാകിലും നാം എല്ലാവരും ക്രിസ്തുവിന്റെ ന്യായാസനത്തിന് മുൻപാകെ വെളിപ്പെടേണ്ടതാകും. എല്ലാ മനുഷ്യരും ദൈവത്തിന്റെ മുൻപിൽ വെളിപ്പെടേണ്ടതാകുന്നു എന്നാണ് ഈ വേദഭാഗം നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതെന്തിനു വേണ്ടിയാണ്? നാം ചെയ്തതിന് തക്കവണ്ണം പ്രാപിക്കേണ്ടത്. നല്ലത് ചെയ്താൽ നന്മയും, തിന്മ ചെയ്താൽ അതിന് ശിക്ഷയും പ്രാപിക്കേണ്ടതിന് വേണ്ടിയാണ് നമ്മൾ ദൈവത്തിന്റെ ന്യായാസനത്തിന് മുൻപാകെ നിൽക്കേണ്ടി വരുന്നത്. അത് ക്രിസ്ത്യാനികൾക്ക് മാത്രമുള്ളൊരു സന്ദേശമായിട്ടല്ല മനസ്സിലാക്കാൻ സാധിക്കും. ലോകത്തുള്ള സകല മനുഷ്യർക്കും വേണ്ടിയുള്ള സന്ദേശമാണ്. കാരണം എല്ലാവരും സർവശക്തനായ ദൈവത്തിന് മുൻപാകെ ഒരിക്കൽ നിൽക്കേണ്ടി വരും എന്നുള്ളത് വേദപുസ്തകം ശക്തമായി പറയുന്നൊരു കാര്യം തന്നെയാണ്. എല്ലാ മനുഷ്യരും നിൽക്കേണ്ടി വരും. ജാതി, മത, വർഗ, വർണ്ണ വ്യത്യാസമില്ലാതെ എല്ലാവരും ഭൂമിയെയും ഭൂമണ്ഡലങ്ങളെയും നിർമ്മിച്ച സർവശക്തനായ ദൈവത്തിന്റെ മുൻപിൽ ഒരു നാൾ നിൽക്കേണ്ടി വരും. എന്നാൽ ദൈവമക്കളെ സംബന്ധിച്ച്, ദൈവമക്കൾ എന്ന് ഞാൻ പറയുന്ന ഒരു പ്രത്യേക മതത്തിലോ പ്രത്യേക സഭാ വിഭാഗത്തിൽ ഉൾപ്പെട്ടവരല്ല, വീണ്ടും ജനിക്കപ്പെട്ടവരെ കുറിച്ചാണ്. വീണ്ടും ജനിക്കപ്പെട്ടവര് ഈ പല വിഭാഗങ്ങളിലുണ്ട്. അവരൊരു വലിയൊരു ഗ്രൂപ്പ് ആളുകളാണ്, ഒരു വലിയ ജനക്കൂട്ടമാണ്. കർത്താവ് യേശുക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവും കർത്താവുമായിട്ട് സ്വീകരിച്ച ആളുകളെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. അവനെ കൈക്കൊണ്ട നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാനുള്ള അവകാശം കൊടുത്തു എന്ന് യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിൽ യോഹന്നാൻ വെളിപ്പെടുത്തിയിരിക്കുകയാണ്. കർത്താവ് യേശുക്രിസ്തുവിനെ രക്ഷകനായിട്ട് അംഗീകരിച്ചിട്ട് ആ ദൈവത്തെ ഹൃദയത്തിനകത്ത് സ്വീകരിക്കുന്ന ഒരുവനാണ് രക്ഷിക്കപ്പെടുന്നത്. ആ യേശുവിനെ എല്ലാവരും വിശ്വസിക്കുന്ന ആളാണ്. ചിലരൊക്കെ പറയുന്നു യേശു ഭയങ്കര തത്വചിന്തകനാണ്, ചിലർ പറയുന്നു യേശു നല്ലൊരു ടീച്ചറാണ്, ചിലർ പറയുന്നു യേശു ഒരു കമ്മ്യൂണിസ്റ്റുകാരനാണ്. എന്ന് പറഞ്ഞാൽ കമ്മ്യൂണിസം, അതേപോലെ എല്ലാവർക്കും ഒരുപോലെ തുല്യത ഒക്കെ വിളംബരം ചെയ്യുകയും
ഉപദേശിക്കുക ചെയ്ത. അങ്ങനെ പല പേരുകളൊക്കെ യേശു അറിയപ്പെടുന്നു. പക്ഷെ യേശു വാസ്തവത്തിൽ ആരാണ്? യേശു വാസ്തവത്തിൽ പ്രിയപ്പെട്ടവർ എന്റെയും നിന്റെ രക്ഷകനാണ്. പാപത്തിന് പരിഹാരം വരുത്തുവാൻ വേണ്ടി ഇന്നേക്ക് 2025 വർഷങ്ങൾക്ക് മുമ്പ് ഗോൽഗോത്ത മലയുടെ മുകളിൽ 2 കള്ളന്മാരുടെ നടുവിൽ ആകാശനും ഭൂമിക്കും മധ്യേ ക്രൂശിക്കപ്പെട്ടവനായി, നമ്മുടെ പാപത്തിന് പരിഹാരമാകുന്ന ബലി അർപ്പിക്കപ്പെട്ടവനായി, രക്ഷകനായി തീർന്നവനാണ് യേശു. യേശു ദൈവത്തിന്റെ പുത്രൻ. ദൈവത്തിന്റെ പുത്രൻ എന്ന് പറയുമ്പോൾ ദൈവത്തിന് താഴ്ന്നവനെന്നുള്ള അർത്ഥമല്ല. ദൈവം, ഏകദൈവത്തിന്റെ ഒരു അംശമായിരിക്കുന്ന യേശു ഭൂമിയിൽ യേശു മാനിഫെസ്റ്റേഷൻ ചെയ്തു. അതായത് ദൈവം പ്രത്യക്ഷപ്പെട്ടു. ദൈവത്തിന്റെ പ്രത്യക്ഷതയാണ് യേശു. ആ യേശു മാനവരാശിയുടെ പാപത്തിന് പരിഹാരം ക്രൂശിൽ വരുത്തി. ആ ക്രൂശിൽ വരുത്തിയ പാപപരിഹാരം വിശ്വസിക്കുന്ന ഏതൊരാൾക്കും ദൈവമക്കളാകുവാനുള്ള അവകാശം കൊടുത്തു എന്നുള്ളതാണ്. അപ്പോൾ ഒരു പ്രത്യേക മതവിഭാഗത്തിൽപ്പെട്ട ആരുമല്ല ദൈവമക്കൾ എന്ന് നമ്മൾ ചിന്തിക്കണം. അത് മനസ്സിലാക്കണം. പേഴ്സണലി, വ്യക്തിപരമായി പ്രാർത്ഥനയിൽ യേശുവിനെ ഹൃദയത്തിൽ കൈക്കൊണ്ടയാളാണ് വീണ്ടും ജനിക്കപ്പെട്ടയാൾ. ഒരിക്കൽ കൂടി പറയാം, വ്യക്തിപരമായ നമ്മുടെ ജീവിതത്തിൽ യേശുവിനെ ഹൃദയത്തിനകത്ത് കൈക്കൊണ്ട ഒരുവനാണ് രക്ഷിക്കപ്പെട്ടവനായ ആള്. അത് പ്രാർത്ഥനയിലൂടെയാണ് സാധ്യമാവുന്നത്. ഇങ്ങനെയാണ് പ്രാർത്ഥിക്കുന്നത്: യേശുവേ, എനിക്ക് വേണ്ടി അങ്ങ് ക്രൂശിൽ മരിച്ചു എന്നുള്ളത് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങ് ഉയർത്തെഴുന്നേറ്റെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനെ രക്ഷകനാണ്, എന്റെ പാപത്തെ രക്ഷിക്കണമെന്ന് പറയുന്ന ചെറിയ പ്രാർത്ഥനയാണ് നമ്മൾ വീണ്ടും ജനിക്കാൻ നമ്മളെ സഹായിക്കുന്ന പ്രാർത്ഥന. ആ പ്രാർത്ഥന വളരെ പ്രാധാന്യമേറിയതാണ്. ആ പ്രാർത്ഥന വെറുതെ ഒരാൾക്ക് പ്രാർത്ഥിക്കാൻ കഴിയത്തില്ല. വെറുതെ ഒരാൾ പ്രാർത്ഥിച്ചാൽ ഒരുപക്ഷെ അതിന് വാലിഡിറ്റി പോലും ഉണ്ടാവുമെന്ന് തോന്നുന്നില്ല. വാസ്തവത്തിൽ ഹൃദയത്തിനകത്ത് വിശ്വസിക്കുന്ന ഒരുവന് മാത്രമാണ് പ്രാർത്ഥിപ്പാനായിട്ട് കഴിയുന്നത്. ഇതാണ് സുവിശേഷത്തിന്റെ പ്രസക്തി. ഇവിടാണ് ഞങ്ങളിത് ഈ കാര്യം പറയുകയാണ് ചെയ്യുന്നത്. നിങ്ങളിങ്ങനെ ഒരു വഴിയുണ്ട്, ഒരു ഓപ്ഷൻ നിങ്ങളുടെ മുമ്പിൽ ഉണ്ട്. രക്ഷയ്ക്കപ്പെടുവാൻ, സ്വർഗത്തിലേക്ക് പോകാൻ, ദൈവമകനായി മാറാൻ ഒരു ഓപ്ഷൻ, only one ഓപ്ഷൻ. ആ ഓപ്ഷൻ യേശു ക്രിസ്തുവാണ്. ആകാശത്തിന് കീഴിൽ ഭൂമിക്ക് മുകളിൽ നൽകപ്പെട്ട യേശു എന്ന നാമമല്ല രക്ഷിക്കപ്പെടാൻ വേറെ നാമമില്ല. only one ഓപ്ഷൻ, അത് യേശുവാണ്. യേശു നിങ്ങൾക്ക് വേണ്ടി ക്രൂശിൽ മരിച്ചു. ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ നാട്ടിൽ, നമ്മുടെ ലോകത്തിൽ എന്തുമാത്രം തത്വാചാരന്മാർ, എന്തുമാത്രം ആളുകളുണ്ട്. പക്ഷെ ആരെങ്കിലും മനുഷ്യർക്ക് വേണ്ടി മരിച്ചതായിട്ട് നമ്മൾ എവിടെയെങ്കിലും വായിച്ചിട്ടുണ്ടോ? ഞാൻ വായിച്ചിട്ടില്ല. ഇത്രയും വർഷത്തിനിടയ്ക്ക് പല പുസ്തകങ്ങൾ വായിക്കുക ഉള്ള സാഹചര്യമൊക്കെ ഉണ്ടായി. പക്ഷെ വായിക്കുകയോ മനസ്സിലാക്കുകയോ ഇപ്പൊ ന്യൂസ് ചാനലോ അല്ലെ ഫേസ്ബുക്കോ സോഷ്യൽ മീഡിയ ഒക്കെ വ്യാപകമായിരിക്കുന്ന കാലഘട്ടത്തിൽ പോലും ഒരു കാലത്ത് അങ്ങനെ ഒരു അറിയിപ്പ് ഇതുവരെ ഉണ്ടായിട്ടില്ല. എന്നാൽ യേശു ക്രിസ്തുവിനെ കുറിച്ച് അങ്ങനെയല്ല. ചരിത്രം സാക്ഷിക്കുന്നു, യേശു ക്രിസ്തു ക്രൂശിൽ മരിച്ചു. മാനവരാശിയുടെ രക്ഷയ്ക്ക് വേണ്ടി യേശു മരിച്ചു. സത്യമാണ്. ആ യേശു ക്രൂശിൽ മരിച്ചു ഞാൻ വിശ്വസിക്കുകയും ഞാൻ ഏറ്റുപറയുകയും ചെയ്ത ഒരു മനുഷ്യനാണ്. അത് നിശ്ചയം എനിക്ക് ഉറപ്പുണ്ട്, എനിക്ക് 100% ഗ്യാരണ്ടി ഉണ്ട്, ഞാൻ രക്ഷിക്കപ്പെട്ട ബോൺ അഗെയിൻ ഒരു ക്രിസ്ത്യനാണ്. പ്രിയപ്പെട്ടവരെ, യേശുവിനെ ഹൃദയത്തിന് സ്വീകരിക്കുന്ന ഒരാൾ ദൈവമകനായി മാറുന്നു. അപ്പൊ നിശ്ചയമായും ദൈവമകനായി മാറിയ ഒരുവനെ സംബന്ധിച്ചും ജാതീയനായ ഒരുവനെ സംബന്ധിച്ചും, ജാതീയൻ എന്ന് പറഞ്ഞാൽ യേശുവിനെ ഹൃദയത്തിന് അംഗീകരിക്കാത്ത ഒരാള്. അതൊരു പക്ഷേ സമുദായത്തിൽ ഉള്ളപ്പെട്ട ഒരാളാകാം, പള്ളികളിൽ പോകുന്ന ഒരാളാകാം, കൃപേനൊക്കെ കൈക്കൊള്ളുന്ന ആളുമാകാം. പക്ഷേ നിന്റെ ഹൃദയത്തിനകത്ത് ദൈവത്തെ നീ സ്വീകരിച്ചില്ല എങ്കിൽ നിങ്ങളുടെ പാരമ്പര്യ ക്രൈസ്തവത്വം കൊണ്ട്, പാരമ്പര്യ ക്രിസ്ത്യാനി എന്ന നിലയിൽ നിനക്ക് പ്രാധാന്യമൊന്നും ഇല്ല എന്നാണ് ബൈബിൾ പഠിപ്പിക്കുന്നത്. പേഴ്സണലി നമ്മൾ കർത്താവിനെ അറിയണമെന്ന് ബൈബിൾ പഠിപ്പിക്കുന്നു. അത് ഒരു വളരെ ഇമ്പോർട്ടന്റ് ആയ കാര്യമാണ്, വളരെ പ്രാധാന്യമേറിയ കാര്യമാണ്. അവർക്ക് ശിക്ഷാവധി ഉണ്ടാവുകയില്ല എന്ന് ബൈബിൾ പഠിപ്പിക്കുന്നു. അപ്പൊ മറ്റുള്ള എല്ലാവരും ദൈവത്തിന്റെ ന്യായാസനത്തിന് മുൻപിൽ നിൽക്കേണ്ടി വരും. ദൈവ ന്യായാധിപനായി, ഒരു ജഡ്ജിയായിട്ട് നമ്മൾ ഈ ഭൂമിയിൽ വെച്ച് ചെയ്യുന്ന സകല പാപവും എണ്ണി കണക്ക് ചോദിക്കുന്ന ആളുണ്ട്. എണ്ണി കണക്ക് ചോദിക്കും. ആരും അറിയാതെ നമ്മൾ ചെയ്ത പാപം പോലും ഒരു സ്ക്രീനിൽ തെളിയുമെന്ന ബൈബിൾ പഠിപ്പിക്കുന്നു. ആരും അറിയാതെ രഹസ്യത്തിൽ നമ്മൾ ചെയ്ത പാപം പോലും തെളിവായിട്ട് അന്ന് വരും. ഭൂമിയും ആകാശവും വെള്ളവും കടലും ഒക്കെ സാക്ഷ്യം പറയുമെന്നാണ് ബൈബിൾ പഠിപ്പിക്കുന്നത്. നമുക്ക് ഒരിടത്തേക്ക് ഓടി രക്ഷപ്പെടാൻ കഴിയത്തില്ല. അന്ന് ദൈവത്തിന് മുൻപിൽ നിൽക്കുമ്പോൾ നമ്മുടെ ചാർച്ചക്കാരോ, നമ്മുടെ രാഷ്ട്രീയമോ, നമ്മുടെ കൂട്ടുകാരോ, നമ്മുടെ വക്കീലന്മാരോ, നമ്മുടെ പണമോ, നമ്മുടെ സ്വാധീനമോ ഒന്നും വരത്തില്ല. നമ്മൾ പണമില്ലാത്തവരായി
കൂട്ടുകാരില്ലാത്തവരായി ഒറ്റയ്ക്ക് ദൈവത്തിന് മുൻപാകെ നിൽക്കുകയാണ്. ദൈവം എണ്ണി എണ്ണി കണക്ക് ചോദിക്കുന്ന ദിവസമുണ്ട്. ഇന്ന് അകൃത്യം ചെയ്യുന്നവരെ ഓർത്തുകൊള്ളുക, ഇന്ന് പാപം ചെയ്യുന്നവരെ ഓർത്തുകൊള്ളുക, ഇന്ന് സകല വക്രതയും ചെയ്യുന്നവരെ ഓർത്തുകൊള്ളുക. ഇന്ന് നിങ്ങൾക്കൊരു പക്ഷേ നിങ്ങളെ സഹായിക്കാൻ രാഷ്ട്രീയ പാർട്ടികൾ കാണും, നേതാക്കന്മാര് കാണും, പണം കാണും, കോടതി കാണും, സകലതും കാണും. പക്ഷേ ഇതൊന്നുമില്ലാതെ ശൂന്യനായി നീ ചെയ്ത സകല പാപത്തിനും എണ്ണി എണ്ണി കണക്ക് പറയേണ്ടി വരുമെന്നുള്ള കാര്യം ഒരിക്കലും മറന്നു കളയരുത്. നാം ചെയ്ത പാപത്തിന് എണ്ണി എണ്ണി കണക്ക് പറയുന്നൊരു സ്വർഗീയ കോടതി ഉണ്ടെന്ന് ബൈബിൾ പഠിപ്പിക്കുന്നു. ഈ ബൈബിൾ സത്യമാണ്. ഈ ബൈബിൾ സത്യമാണ്. ഈ ബൈബിൾ വ്യക്തമായിട്ട് പഠിപ്പിക്കുകയാണ്. മനുഷ്യൻ ചെയ്യുന്ന സകല അതിക്രമങ്ങളും, മനുഷ്യൻ ചെയ്യുന്ന സകല പാവങ്ങളും, മനുഷ്യൻ ചെയ്യുന്ന സകല കുറ്റകൃത്യങ്ങളും ഒരിക്കൽ ദൈവത്തിന് മുമ്പാകെ എണ്ണി എണ്ണി കണക്ക് പറയേണ്ടി വരും. അവൻ രക്ഷിക്കപ്പെട്ടവനല്ലെങ്കിൽ, യേശുവിനെ അറിഞ്ഞവനല്ലെങ്കിൽ നിശ്ചയമായും നിത്യശിക്ഷാവിധിയിലേക്ക് കടക്കുമെന്ന് ബൈബിൾ പഠിപ്പിക്കുന്നു. മരണം കൊണ്ട് നമ്മുടെ ജീവിതം തീരുന്നില്ല പ്രിയ സ്നേഹിതരെ. നമ്മൾ വിചാരിക്കുക ആത്മഹത്യ ചെയ്താൽ നമുക്ക് പ്രശ്ന പരിഹാരം ഉണ്ടായത് നമ്മുടെ ജീവിതം തീർന്നു എന്ന് നമ്മൾ ചിന്തിക്കും ചിലരെങ്കിലും. പക്ഷെ ജീവൻ തീരുന്നതല്ല, നമുക്ക് മറ്റൊരു ലോകത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. വ്യക്തമാണത്. അത് വളരെ സത്യമായ ഒരു കാര്യമാണ്. 100% ഉറപ്പാണ്. അല്ല, ആത്മഹത്യ ചെയ്യുന്ന മനുഷ്യൻ എങ്ങോട്ടാ പോകുന്നത്? ആത്മഹത്യ ചെയ്യുന്ന മനുഷ്യൻ അവൻ നരകത്തിലാ പോകുന്നത്. നരകം എന്നൊരു സംഭവം ഉണ്ട്. അവിടെ കത്തുന്ന തീയും ചാകാത്ത പുഴുവുമുള്ള സ്ഥലം നരകമുണ്ട്. നരകം നിത്യദണ്ഡന സ്ഥലം എന്നാണ് ബൈബിൾ, നിത്യദണ്ഡന സ്ഥലം എന്നാണ് ബൈബിൾ പഠിപ്പിക്കുന്നത്. സുവിശേഷകന്മാരെ ആളുകൾ സുവിശേഷം പറയുന്നതിന്റെ കാരണം എന്താണെന്നറിയാം? ഒരു മതം മാറ്റുക എന്നുള്ളതോ കുറച്ച് ആളുകളെ ഈ മതത്തിലേക്ക് ചേർക്കുക എന്നുള്ളതോ ഒന്നുമല്ല. അതൊന്നും ഇവിടെ വിഷയമല്ല. അതൊന്നും അല്ല കാര്യം. അതൊന്നും അല്ല. ആ കാര്യം നരകത്തിലേക്ക് പോകുന്ന ആളുകളെ ഒരു വഴിയുണ്ട് നിങ്ങൾക്ക് സ്വർഗത്തിലേക്ക് പോകാൻ എന്ന് പറയുക മാത്രമാണ് സുവിശേഷകന്മാർ ചെയ്യുന്നത്. കാരണം ഏതൊരാളും ദൈവത്തിന്റെ ന്യായാസനത്തിന് മുൻപാകെ നിൽക്കേണ്ടി വരുമെന്നുള്ള ഒറ്റ കാരണം. നാം ചെയ്യുന്നത് നല്ലതാകിലും തീകതായാലും നാം ഓരോരുത്തരും ദൈവത്തിന്റെ ന്യായാസനത്തിന് മുമ്പാകെ നിൽക്കേണ്ടി വരും. രക്ഷിക്കപ്പെട്ടവരെ സംബന്ധിച്ച് ശിക്ഷാവിധിയിൽ ഒഴിവുണ്ട്. യേശുക്രിസ്തുവിന് സകല പാപത്തിനും പരിഹാരം വരുത്തി അവരെ നിത്യശിക്ഷയിൽ നിന്ന് ഒഴിവാക്കി ദൈവത്തിന്റെ മക്കളായി അവനെ തീർത്തിരിക്കുകയാണ്. എന്നാൽ അതിനുശേഷം അവൻ ചെയ്യുന്ന പാപങ്ങൾക്കൊക്കെ ശിക്ഷാവിധി ഉണ്ട്. അത് മറ്റൊരു വശമാണ്, മറ്റൊരു കാര്യമാണ്. ദൈവം കഴിവിന്റെ പരമാവധി ക്ഷമിക്കുമെങ്കിലും ദൈവത്തിന് ക്ഷമയെ അതിരി കടന്നു പോകുന്നൊരുവനെ സംബന്ധിച്ച് അവനും നരകത്തിൽ പോകാനുള്ള സാധ്യതയുണ്ട്. രക്ഷ നഷ്ടപ്പെടുമോ? രക്ഷ നഷ്ടപ്പെടുത്തില്ല ഒരു ഗ്രൂപ്പ് ആളുകൾ പഠിപ്പിക്കുന്നു. പക്ഷെ ബൈബിളിൽ പഠിപ്പിക്കുന്നത് രക്ഷ നഷ്ടപ്പെടും. നമ്മൾ ആ രക്ഷയെ അഗണ്യമായി കരുതിയാൽ, അതിനെ ഗൗനിക്കാതിരുന്നാൽ, രക്ഷിക്കപ്പെട്ടിട്ടും ബന്ധക്കോസ് അല്ലെ വിശ്വാസത്തിൽ വന്നിട്ടും കർത്താവിന്റെ മക്കളായിട്ട് തീർന്നതിനു ശേഷവും വീണ്ടും വീണ്ടും പാപം ചെയ്തുകൊണ്ടിരുന്നാൽ നമ്മൾ ശിക്ഷിക്കപ്പെടുക തന്നെ ചെയ്യുമെന്ന് ബൈബിൾ പഠിപ്പിക്കുന്നുണ്ട്. പക്ഷെ നമുക്ക് രക്ഷപ്പെടാനുള്ള വഴികൾ അതിനകത്ത് തന്നെ ഉണ്ട് എന്നുള്ളത് സത്യമായ കാര്യമാണ്. ഞാൻ എന്റെ പ്രസംഗം ഇവിടെ ചുരുക്കുകയാണ്. ഞാൻ പറഞ്ഞ് നിർത്താൻ ഉദ്ദേശിക്കുന്ന കാര്യം, സകല മനുഷ്യരും ന്യായാധിപനായ യേശു ക്രിസ്തുവിന് മുമ്പിൽ ഒരിക്കൽ നിൽക്കേണ്ടി വരും എന്നുള്ളത് വളരെ യാഥാർത്ഥ്യമായ കാര്യമാണ്. അതിനു മുമ്പ് ഒരു കാര്യം മനസ്സിലാക്കുക, നരകത്തിലേക്ക് പോകാതിരിക്കേണ്ടതിന് ഒരു വഴി യേശു ക്രിസ്തുവാണ്. നമ്മൾ ചെയ്യുന്ന സകല പാപത്തിനും പരിഹാരം യേശു ക്രിസ്തു കലവെക്കുറിച്ച് വരുത്തിയിരിക്കുകയാണ്. ആ പാപപരിഹാരം, നമ്മുടെ പാപപരിഹാരം മാറണമെങ്കിൽ നമ്മളൊരു കാര്യം ചെയ്യേണ്ടതുണ്ട്. യേശു ക്രിസ്തു എനിക്ക് വേണ്ടി ക്രൂശിൽ മരിച്ചു എന്ന് വിശ്വസിക്കുകയും അവനെ കർത്താവ് രക്ഷിതാവിന്റെ ഹൃദയത്തിനായി സ്വീകരിക്കുകയും ചെയ്യണം. അതിനുശേഷം കർത്താവ് യേശു ക്രിസ്തുവിന്റെ ക്രൂശീകരണത്തെ ഓർമ്മിപ്പിക്കുന്ന, കർത്താവിന്റെ യേശു ക്രിസ്തുവിന്റെ ക്രൂശീകരണത്തോട് സാദൃശ്യമാകുന്ന അല്ലെങ്കിൽ അതിനെ അക്സെപ്റ്റ് ചെയ്യുന്ന ഒരു കർമ്മമുണ്ട്. ആ കർമ്മമാണ് സ്നാനം എന്ന് പറയുന്നത്. യോർദാൻ നദിയിൽ യേശു ക്രിസ്തു സ്നാനം കഴിച്ച പോലെ നമ്മൾ കഴിക്കണമെന്ന അർത്ഥം. കാരണം യേശു മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റു എന്നതിന്റെ ഉപമാനമാണ് സ്നാനം, ബാപ്റ്റിസം എന്ന് പറയുന്നത്. മമോദീസ എന്ന് ചില ആളുകൾ പറയും. അതെങ്ങനെയാണ്? ബൈബിളിനകത്ത് മത്തായിയുടെ സുവിശേഷം 28 അധ്യായത്തിൽ വ്യക്തമായിട്ട് എഴുതിയിരിക്കുന്നു, പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സ്നാപകനാൽ മറ്റൊരാള് ചെയ്യുന്നൊരു ക്രിയയാണ്. വെള്ളത്തിൽ പൂർണ്ണമായിട്ട് മുങ്ങി സ്നാനപ്പെടണം. അത് അറിവുള്ള, പാപത്തെക്കുറിച്ച് അറിവുള്ള ഒരു വ്യക്തിത്വമായിരിക്കണം എന്നുള്ളതാണ്. അങ്ങനെ കർത്താവിന്റെ സ്വന്തം മകനും മകളുമായി തീരാൻ സാധിക്കുമെന്ന് വിശുദ്ധ ബൈബിൾ വ്യക്തമായിട്ട് പഠിപ്പിക്കുന്നു. ഇത് ഒരു മനുഷ്യന്റെ കൽപ്പനയല്ല, ഇത് ദൈവത്തിന്റെ കൽപ്പനയാണ്. എല്ലാവരും ദൈവത്തിന്റെ ന്യായാസനത്തിന് മുൻപാകെ നിൽക്കേണ്ടി വരും. അന്ന് നമുക്ക് ഉത്തരം പറയുവാൻ കെൽപ്പുണ്ടാവുകയില്ല. പാപം ചെയ്യുന്നവരെ പിന്തിരിയുക, യേശു നിങ്ങൾക്ക് വേണ്ടി മരിച്ചു. ഇത്
കൃപായുഗമാണ്, ഗ്രേസ് പീരീഡ് ആണ്. ഈ സമയം അവസാനിക്കാൻ പോവുകയാണ്, ലോകം അവസാനിക്കാൻ പോവുകയാണ്. എത്രയും വേഗത്തിൽ രക്ഷപ്പെടാൻ ശ്രമിക്കൂ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആരും നരകത്തിൽ പോകാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. യോഹന്നാന്റെ സുവിശേഷം 3:16 വാക്യത്തിൽ പ്രധാനപ്പെട്ട വാക്യമുണ്ട്, തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുന്ന ദൈവം അതിനെ നൽകുവാൻ തക്കവണ്ണം ലോകം സ്നേഹിച്ചു. ആരും നശിച്ചു പോകാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നു. ഗോഡ് ബ്ലെസ് യു.